Hi friends, welcome to English Mithra. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട്. നൈസ്, ഗുഡ്, ബാഡ് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ ആ വേർഡ്സ് എപ്പോഴും യൂസ് ചെയ്ത് ബോറടിക്കാതെ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നൈസ് എന്നുള്ള വേർഡ് എടുക്കാം. ഓക്കെ, സോ നൈസ് എന്നുള്ള വേർഡ് നമ്മൾക്ക് സാധനങ്ങളെയോ അല്ലെ അവസ്ഥകളെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഹാഡ് എ നൈസ് ഈവനിങ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഈ എപ്പോഴും നമ്മൾ വി ഹാഡ് എ നൈസ് ഈവനിങ് എന്ന് പറയാം, അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വേർഡ്സ് ഉണ്ട്. അതിലൊരു വേർഡാണ് എൻജോയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് ആണെങ്കിൽ നമ്മൾ നൈസ് എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാം? വി ഹാഡ് എൻ എൻജോയബിൾ ഈവനിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ഈവനിങ് ആണെങ്കിലോ we had a pleasurable evening എന്ന് പറയാം. pleasurable. okay, so we had a nice evening എന്ന് പറയുന്നതിനേക്കാളും when we say we had a pleasurable evening it sounds കുറച്ചുകൂടെ good അല്ലേ. it sounds കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് അത്, we had a nice eveningനേക്കാളും. ഓക്കെ, നമ്മൾ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇതുപോലത്തെ വേർഡ്സ് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കേസിലാണെങ്കിൽ വെൻ വി ഹാവ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ ആൻഡ് യൂസ് ദ വേർഡ് നൈസ് വി ഹാവ് അതർ വേർഡ്സ്. അപ്പം ദ ടീച്ചർ വാസ് റിയലി നൈസ്, അതൊരു എന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും പറയാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നൈസ് എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് വേറെ എന്തൊക്കെ ഉപയോഗിക്കാം? സേ ആ ടീച്ചർ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ നമുക്ക് വി ക്യാൻ സേ ദ ടീച്ചർ വാസ് റിയലി ജെനറസ്, അല്ലെങ്കിൽ ദ ടീച്ചർ വാസ് ജെനറസ്. ഓക്കെ, ഇനി നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന തരം ഒരു ക്യാരക്ടറുള്ള ആളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ടീച്ചർ വാസ് ലൈക്കബിൾ. ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ചിയർഫുൾ ആയിട്ടുള്ള ചാമിങ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആളാണെങ്കിൽ നമുക്ക് ഷീ വാസ് ലവ്ലി, ദ ടീച്ചർ വാസ് ലവ്ലി എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ ഷീ വാസ് കൺജെനിയൽ, ഷീ വാസ് കോഡിയൽ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ രീതിയിലെല്ലാം ഇപ്പം നമ്മൾ കുറേ, എനിക്ക് തോന്നുന്നത് നമ്മൾ നൈസിന് പകരം എൻജോയബിൾ, പ്ലഷറബിൾ ഒക്കെ പഠിച്ചു ബാക്കി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എപ്പോഴെങ്കിലും ദ പാർട്ടി വാസ് നൈസ് എന്നൊക്കെ പറയാതെ ദ പാർട്ടി വാസ് നൈസ് എന്നോ ദ പാർട്ടി വാസ് പ്ലഷറബിൾ എന്നോ ദ പാർട്ടി വാസ് എൻജോയബിൾ എന്നൊക്കെ പറയാം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് സെയിങ് നൈസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചുകൂടി ആഡ്ജക്റ്റീവ്സ് ഒക്കെ വെച്ച് നൈസ് എന്നുള്ള വേർഡൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലത്തെ വേർഡ്സ് വെച്ചിട്ട് ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ നമ്മൾ പഠിച്ചത്? ഗ്രേഷ്യസ് പഠിച്ചു, ലൈക്കബിൾ, ലവ്ലി, കൺജെനിയൽ, കോഡിയൽ. ഓക്കെ, സോ യെസ്, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ വേർഡ് നൈസ്. നൈസിന് പകരം നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ്. ഇനി നമ്മൾ വേറെ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, so like instead of saying a good team you could use the word an amazing team. okay, അപ്പം ഗുഡിനെ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ അവിടെ ഗുഡ് എന്നുള്ള വേർഡാണ് നമ്മൾ ടീമിനേക്കാളും കൂടുതൽ അവരുടെ ആ ടീം അടിപൊളിയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് അമേസിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ആൻ എക്സലൻറ്റ് ടീം, അമേസിങ്, എക്സലൻറ്റ് ഒക്കെ നമ്മൾക്ക് ഗുഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ്. ഓക്കെ, പിന്നെ ഒരു ഗുഡിനേക്കാളും ഉപരി ഒരു വെരി ഗുഡ് എന്നുള്ള ഇതിലാണെങ്കിൽ നമുക്ക് വണ്ടർഫുൾ എന്നുള്ള വേർഡ് ആഡ് ചെയ്യാം. എ വണ്ടർഫുൾ ടീം, അല്ലെങ്കിൽ എന്താ, എ മാർവലസ് ടീം. ഓക്കെ, അതായത് അവർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടും കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി സേ അവരൊരു ടീമായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്തു ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ വണ്ടർഫുൾ ടീം, എൻ അമേസിങ് ടീം, എൻ എക്സലൻറ്റ് ടീം, എ മാർവലസ് ടീം. ഓക്കെ, ഇനി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ദെൻ വി ക്യാൻ സേ എൻ എക്സെപ്ഷണൽ ടീം. ഓക്കെ, അപ്പം നമുക്ക് അന്നേപ്പം ഭയങ്കര അടിപൊളിയായി എന്ന് പറയണമായിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഗുഡിൻ്റെ അപ്പുറത്തോട്ടുള്ള വേർഡ്സ് ഉണ്ടാവത്തില്ല കയ്യിൽ. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ഈ വേർഡ്സ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ വണ്ടർഫുൾ പഠിച്ചു, എക്സലൻറ്റ് പഠിച്ചു, അമേസിങ് പഠിച്ചു, മാർവലസ് പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു പടി മുകളിലുള്ള കാര്യം നമുക്ക് പറയണമെങ്കിൽ എക്സെപ്ഷണൽ എന്നുള്ള വാക്ക് അടിപൊളി വാക്കാണ്. ഓക്കെ, എക്സെപ്ഷണൽ വുഡ് മീൻ ഇവരുടെ പോലെ വേറെ ആരും ചെയ്തിട്ടില്ല, ഇവരുടെ പോലെ ഇവർ ചെയ്ത ഒരു സിഗ്നേച്ചർ തിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സെപ്ഷണൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള രീതിയിലാണ്. മറ്റൊരു വേർഡാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മളവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് സ്പ്ലെൻഡിഡ് എന്ന് പറയുന്നത്. സ്പ്ലെൻഡിഡ് ടീം. ഓക്കെ,
stupendous. Okay, stupendous അതുപോലെ തന്നെ നമ്മൾക്ക് splendid പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് stupendous എന്ന് പറയുന്നത്. Okay, so we went through like a few words that we can replace for the word good. അപ്പം എന്തൊക്കെയാണ്? amazing എന്ന് പറയാം, excellent എന്ന് പറയാം, കുറച്ചുകൂടി കൂടുതലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടർഫുൾ എന്ന് പറയാം, മാർവലസ് എന്ന് പറയാം, അതിലും ഉപരിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സെപ്ഷണൽ, ഔട്ട്സ്റ്റാൻഡിങ്, സ്പ്ലെൻഡിഡ്, സ്റ്റുപ്പൻഡസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ വേർഡ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഈ ഞാൻ പറയുന്ന വേർഡ്സ് എല്ലാം നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നു അപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ഗുഡിന് തന്നെ 1, 2, 3, 4, 5, 6, 7, 8 വേർഡ്സ് പഠിച്ചു. ഓക്കെ, നിങ്ങൾ 8 പ്രാവശ്യം ഗുഡ് പറയുമ്പോഴും പല വേർഡ്സ് പറയാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മുടെ വൊക്കാബുലറി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യത്തുള്ളൂ, നമുക്ക് കുറച്ചുകൂടിയും അട്രാക്റ്റീവായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഇസ് ബാഡ്. ഓക്കെ, we want to say that was a bad restaurant, or that was a bad incident, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, സോ യു ക്യാൻ യൂസ് other words like awful. ഓക്കെ, awful is one such word. ഭയങ്കര മോശമായിരുന്നു അല്ലെങ്കിൽ ഹൊറബിൾ ആയിരുന്നു കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് awful. ഓക്കെ, AWFUL, awful. ഓക്കെ, അല്ലെങ്കിൽ terrible. ഓക്കെ, സോ ദാറ്റ് വാസ് എ ടെറിബിൾ ഹോട്ടൽ. ഓക്കെ, അവിടെ ഒന്നും ശരിയല്ലായിരുന്നു, മൊത്തത്തിൽ ഭയങ്കര പൊട്ടായിരുന്നെങ്കിൽ നമ്മൾ വെറുതെ ബാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാവത്തല്ലോ. സോ വി യൂസ് ദ വേർഡ് ടെറിബിൾ. ഓക്കെ, അനദർ വേർഡ് ഇസ് അൺപ്ലസൻറ്റ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് മൊത്തത്തിലൊരു സുഖം തോന്നില്ല, കാഴ്ചയിലും താമസത്തിലും ഒക്കെ ഒരു സുഖം തോന്നാത്തൊരു ഹോട്ടലിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് വാസ് എൻ അൺപ്ലസൻറ്റ് ഹോട്ടൽ. നമ്മൾക്ക് അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കും. വിൽ ബി ലൈക്ക് ദാറ്റ് വാസ് എൻ അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ എന്ന് നമുക്ക് പറയാം. നമുക്ക് എന്തെങ്കിലും അത്ര സുഖം തോന്നാത്തൊരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ടെറിബിൾ, ഓഫിൾ എന്നൊക്കെ പറയുന്നതും അതും അൺപ്ലസൻറ്റിനേക്കാളും കുറച്ചുകൂടെ മേളിൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ബാഡായിരുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഓഫിളും ടെറിബിളും ഒക്കെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെയുള്ളൊരു വേർഡാണ് ലൗസി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വാസ് എ ലൗസി പ്ലേസ് എന്ന് വെച്ചാൽ ഒരു രസമില്ലാത്തൊരു ക്ലീനൊന്നും അല്ലാത്ത ഒരുമാതിരി കിടക്കുന്ന ഒരു സ്ഥലത്തിനാണ് നമുക്ക് ലൗസി എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ സാധനങ്ങൾക്കും ഒക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ് ഞാൻ പറഞ്ഞ ബാഡിന് പകരമുള്ള ഓഫുൾ, ടെറിബിൾ, അൺപ്ലസൻറ്റ്, ലൗസി ഒക്കെ. ഇനി അതേസമയം ആളുകളെ നമ്മൾ ഹീസ് ബാഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആൾക്കാരെ പറ്റി നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ പറ്റിയൊക്കെ നമ്മൾ ബാഡ് പീപ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് അതിനും വേറെ വേറെ വാക്കുകളുണ്ട്. ഓക്കെ, നമ്മൾ ഗുഡിന് പഠിച്ച പോലെ തന്നെ ബാഡിനും. അപ്പം നമ്മുടെ നെയ്ബർ ബാഡ് ആണെങ്കിൽ ബാഡ് നെയ്ബർ എന്ന് പറയുന്നതിന് പകരം യു ക്യാൻ say what makes it bad for them. Okay, what makes them bad for you. Okay, like for example, if they don't agree to anything that you say, or I mean they doesn't turn out to be people of your own views, or എന്ന് വെച്ചാൽ നമ്മളുമായിട്ട് അങ്ങനെ ചേർന്ന് പോലാത്ത ആളുകളായതിൻ്റെ പേരിൽ അവരെ ബാഡ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ they are disagreeable. Okay, so you can say disagreeable neighbors. Okay, ഇനി ഭയങ്കര അങ്ങനെ ഒരു അലിവും സ്നേഹമൊന്നും ഇല്ലാത്ത ഒരുമാതിരി നമ്മളെ ഒട്ടും കൺസിഡർ ചെയ്യാത്ത അങ്ങനെ പോലെ ആൾക്കാരാണെങ്കിൽ we can describe them with the word mean. Okay, mean എന്നുള്ള വേർഡ് വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. mean neighbors. ഓക്കെ, അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഒരു ഇമോഷൻസോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഭയങ്കര നമ്മളോട് എന്ത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന അങ്ങനത്തെ പോലെ ആളുകളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് വിക്കഡ്. വിക്കഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരമായൊരു വേർഡാണ്. അതെന്ന് വെച്ചാൽ അവർ നമ്മളെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന പോലത്തെ ഒക്കെ ആളുകളാണെങ്കിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് നമ്മളെപ്പറ്റി അത്ര മോശം വരണം എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളവരെ വിക്കഡ് എന്ന് വിളിക്കും. ഓക്കെ, വിക്കഡ്. അപ്പോൾ അതാണ് ബാഡ് പീപ്പിളിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. ഹീ ഈസ് സോ മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണെന്നാണ് അതിനർത്ഥം. പക്ഷേ ഹീ ഈസ് സോ ബാഡ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി അട്രാക്റ്റീവാണ് ഹീ ഈസ് സോ മീൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടിയും സെൻസ് ഉണ്ടാക്കും ആ വേർഡിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ. കുറച്ചുകൂടി മനസ്സിലാവുന്നത് ബാഡ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ ബാഡെന്ന് അറിയത്തില്ല. അതേസമയം മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കുറച്ചുകൂടി സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി അതുപോലെ വേറൊരു വേർഡാണ് സാഡ് എന്ന് പറയുന്ന വേർഡ്. അല്ലേ, ഐ ആം സാഡ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമുക്കത് മാറ്റി പിടിക്കണം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് സാഡ് യു കുഡ് സിംപ്ലി സേ ഐ ആം അൺഹാപ്പി.
എനിക്ക് സന്തോഷമില്ലാണ്ടിരിക്കുകയാണ്, സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്, എനിക്കത്ര സന്തോഷമില്ല എന്നാണെങ്കിൽ നമുക്ക് ഐ ആം അൺഹാപ്പി എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഐ ആം അപ്സെറ്റ്. ഓക്കെ, സാഡിന് പകരം പറയാൻ പറ്റിയ നല്ലൊരു വേർഡ്, എനിക്ക് നമ്മൾ ഇച്ചിരി നിരാശപ്പെട്ടൊക്കെ ഇരിക്കുക, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് ഇന്ന് നടത്താമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ലാത്ത കേസിൽ നമ്മൾ യു ആർ ബേസിക്കലി അപ്സെറ്റ്. ഓക്കെ, നമുക്ക് ഇച്ചിരി നിരാശയാണ്. ഓക്കെ, സോ യു സേ അപ്സെറ്റ്. ഓക്കെ, ഐ ആം ഡിജക്റ്റഡ്. ഐ എം ഡിജക്റ്റഡ് ഇസ് ഇൻ എ സെൻസ് that you are alone or something. Okay, something of that sort. അങ്ങനത്തെ ഒരു മീനിങ് വരുമ്പോഴാണ് നമ്മൾ ഐ എം ഡിജക്റ്റഡ് പറയുന്നത്. യെറ്റ് ഇറ്റ്സ് എ സാഡ് സിറ്റുവേഷൻ. ഓക്കെ, സോ യു ക്യാൻ യൂസ് ദ വേർഡ് ഡിജക്റ്റഡ്. you already know what depression is. Depression is again another stage to നിരാശ. ഓക്കെ, ബട്ട് you can say I'm depressed എന്ന് വെച്ചാൽ സാഡിനേക്കാളും കുറച്ചുകൂടെ ഞാൻ അങ്ങനെ പോലെ നമ്മൾ അങ്ങനത്തെ ഒരു നിരാശയിലാണെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് ഐ എം ഡിപ്രസ്ഡ്. ഓക്കെ, അതർവൈസ് ലൈക്ക് ദർ ആർ ഓൾസോ സിറ്റുവേഷൻസ് വെയർ ചില ദേ ആർ സോറഫുൾ. അവർ വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം സോറഫുൾ, ടിയർഫുൾ എന്നൊക്കെയുള്ള വേർഡ്സ്. ഓക്കെ, അതുപോലെ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു വാക്കും കൂടെ ഉണ്ട്, വിച്ച് ഈസ് ഹാപ്പി. ഹാപ്പി അഗെയിൻ നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നതാണ് ഹൗ ആർ യു, യാ ഐ എം ഹാപ്പി. അങ്ങനെ നമ്മളെപ്പോഴും ഹാപ്പി എന്ന് മാത്രമേ പറയാറുള്ളൂ. സോ വി ക്യാൻ സേ ഷീ ഈസ് സോ ചിയർഫുൾ. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, പ്ലസൻറ്റ് ഇസ് അനദർ വേർഡ്. ഓക്കെ, ഹീ ഈസ് സോ പ്ലസൻറ്റ്. ഓക്കെ, ഐ ആം ഡിലൈറ്റഡ്. ഐ എം ഹാപ്പി എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര സർപ്രൈസും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടും ഭയങ്കര ലൈക്ക് ഓൾ ഓഫ് എ സഡൻ കിട്ടിയൊരു സന്തോഷമൊക്കെ ആണെങ്കിൽ ഐ ബി ലൈക്ക് ഐ എം ഡിലൈറ്റഡ് ടു സീ യു. ഓക്കെ, നിന്നെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, സോ ഡിലൈറ്റഡ് ഇസ് അനദർ വേർഡ്. നമ്മൾ ഹാപ്പി, ഐ എം ഹാപ്പി ടു സീ യു എന്ന് പറയുമ്പോൾ അത്ര ഒരു ഇമോഷണൽ പഞ്ച് വരുന്നില്ല. ഓക്കെ, അതേസമയം ഐ ആം ഡിലൈറ്റഡ് ടു സീ യു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവാണ് അല്ലേ നമ്മൾ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ വേർഡ്. ഐ ആം ഗ്ലാഡ്. ഹാപ്പിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ഹാപ്പി ടു സീ യു എന്നൊക്കെ പറയുന്നതിനേക്കാളും ഗ്ലാഡ് ടു മീറ്റ് യു, ഗ്ലാഡ് ടു സീ യു എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ, അതേപോലെ പ്ലീസ്ഡ്. ഐ ആം പ്ലീസ്ഡ് ടു ടോക്ക് ടു യു. അവിടെ കുറച്ചുകൂടി നമ്മൾ എനിക്ക് നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്നതിനൊപ്പം കുറച്ചുകൂടെ അപ്പുറത്തെ ആൾക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുന്നത്, അവരെ കുറച്ചുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് പറയുന്ന പോലെ നമ്മൾ പ്ലീസ്ഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, സോ ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു. ഓക്കെ, ഐ ആം ജോയ്ഫുൾ ടുഡേ, അല്ലെങ്കിൽ ഐ എം ജനറലി ജോയ്ഫുൾ. ഐ എം ജോയ്ഫുൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൊതുവെ ഭയങ്കര സന്തോഷവാനാണ് എന്നാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ ആം എലേറ്റഡ് ആണെങ്കിലോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഞാൻ ഇവിടെ ലോകത്തൊന്നും അല്ല എന്നുള്ള പോലത്തെ ഒരു ഹാപ്പിനെസ് കാണിക്കണമെങ്കിൽ, നമ്മൾ സന്തോഷം കൊണ്ട് അങ്ങനെ അത്ര ഇതായി എന്ന് കാണിക്കാനാണെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് എലേറ്റഡ്. ഐ എം എലേറ്റഡ് ടു മീറ്റ് യു. ഓക്കെ, സോ യെസ്, നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹാപ്പി, സാഡ്, ബാഡ്, ഗുഡ്, നൈസ് ഇങ്ങനത്തെ വേർഡ്സിനൊക്കെ പകരമുള്ള കുറേ വേർഡ്സ് നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിൽ, ഞാൻ മാക്സിമം സ്ലോയിലൊക്കെയാണ് പോയിക്കുന്നത്, വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ഈ വേർഡ്സൊക്കെ എഴുതിയെടുത്താൽ മാത്രം പോരാ, എഴുതിയെടുത്തിട്ട് കാര്യവുമില്ല, നമ്മൾ ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്യണം. ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ കോൺവെർസേഷൻസിലെല്ലാം ഈ വേർഡ്സൊക്കെ അവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ നിങ്ങൾ പറയേണ്ട കറക്റ്റ് വേർഡ് തന്നെ പറയുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾ ഈ ഓൾട്ടർനേറ്റീവ്സ് അല്ല, ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പറയണം, ഓക്കെ, ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയണം, അത് ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, അപ്പം ആ പാരഗ്രാഫിൽ ഫുള്ള് ബാഡ് എന്ന് പറയാതെ നമ്മൾക്ക് വേറെ, ഇപ്പം നമ്മൾ ടെറബിൾ പഠിച്ചു, ഓഫിൾ പഠിച്ചു, അങ്ങനത്തെ പല യൂസേജസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളൊരു വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് ഇത്രയും കോമൺ ആയിട്ടുള്ള വേർഡ്സ്, നമ്മുടെ ഫീലിങ്സിനെ പറ്റി പറയാൻ വേണ്ടി വേർഡ്സ് നമുക്ക് എന്നും യൂസ് ചെയ്യേണ്ട വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വേർഡ്സിനെ എഴുതിയെടുക്കുന്നത് കൂടാതെ നിങ്ങൾ എന്തുകൊണ്ട് പറയുക, സാഹചര്യങ്ങൾ കിട്ടുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കി, ഒരു ബാഡ് എക്സ്പീരിയൻസിനെ പറ്റി ഒരു പാരഗ്രാഫ് ഉണ്ടാക്കി ബാക്കി വേർഡ്സ് ആഡ് ചെയ്ത് മിററിന് മുന്നിൽ പോയി നിന്ന് പറയുമോ, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഈ വേർഡ്സ് പഠിക്കാൻ ശ്രമിക്കുക, യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ പൊതുവേ ഇങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നതെല്ലാം. ഇംഗ്ലീഷിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾ തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്യുക അങ്ങനെയുള്ളവർക്ക്, അപ്പോൾ അവർക്കും കൂടി ഇത് പഠിക്കാമല്ലോ.
അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ എൻഡ് വരെ കാണുന്ന ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയും ഇംഗ്ലീഷിനോട് അത്രയും താല്പര്യമുള്ളതുകൊണ്ടും ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ വേർജിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യകത നിങ്ങൾ മനസ്സിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് 3 ലെവൽസിലുള്ള കോഴ്സസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൗൺസിലർ പറഞ്ഞു തരും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെങ്കിൽ മാത്രം ഇതിൽ ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് ഫീസും ടൈമും എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഡു ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം മറ്റൊരു സെഷനിൽ കാണുന്നവരെ ദിസ് ഈസ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mithra. Stop worrying, start learning.